DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ പ്രത്യേക പുനഃപരിശോധനയായ SIR ഹിയറിംഗ് നടപടികൾ നാളെ പൂർത്തിയാകുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. ഇതുവരെ 101 നിയമസഭാ മണ്ഡലങ്ങളിൽ ഹിയറിംഗ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കമ്മീഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 36,89,057 പേരാണ് ഹിയറിംഗ് നടപടികളുടെ ഭാഗമായി പങ്കെടുത്തത്. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ഹിയറിംഗിന് പിന്നാലെ 28,158 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇതിൽ 3,522 പേര് മരിച്ചവരും 1,361 വിദേശ പൗരത്വം സ്വീകരിച്ചവരും 23,275 പേർ താമസം മാറിയവരുമാണ്. നാളെയോടെ സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലുമുള്ള ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. SIR അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അന്തിമ പട്ടിക അടിസ്ഥാനമാക്കി നടത്താനാണ് തീരുമാനം. അടുത്ത അറിയിപ്പ്, ബാങ്കുകൾ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് സാമ്പത്തിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്ന പ്രവണതയ്ക്ക് തടയിടാൻ റിസർവ് ബാങ്ക് കർശന നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആവശ്യപ്പെടാത്ത ഇൻഷുറൻസോ മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ബാങ്കുകൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചാൽ ഉപഭോക്താവിന് അടച്ച തുക പൂർണ്ണമായും തിരികെ നൽകണമെന്നാണ് പുതിയ കരട് നിർദ്ദേശത്തിലെ പ്രധാന വ്യവസ്ഥ. 2026 ജൂലൈ 1 മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 1,920 രൂപയാണ് കുറഞ്ഞത്. 1,14,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് 240 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 14,280 രൂപയാണ്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് വില കുറയുന്നത്. ഇന്നലെ പവന് 880 രൂപ കുറഞ്ഞിരുന്നു. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആദ്യ ഗഡുവായ 1,000 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. 15,88,267 അപേക്ഷകളാണ് ലഭിച്ചത്. എന്നാൽ എല്ലാ അപേക്ഷകരിലേക്കും തുക എത്താതിരിക്കാൻ കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗീകാരം ലഭിക്കുന്നതിലെ കാലതാമസവും അപേക്ഷകൾ കൃത്യമായി പരിശോധിച്ച് അംഗീകാരം നൽകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും പെൻഷൻ തുക ലഭ്യമാകും. അപേക്ഷകരുടെ പേര്, ജനനതീയതി തുടങ്ങിയ വിവരങ്ങൾ നൽകിയ രേഖകളുമായി പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ അപേക്ഷകൾ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, തിരിച്ചറിയൽ രേഖകളിൽ പിതാവിൻ്റെ പേരും അപേക്ഷയിൽ ഭർത്താവിൻ്റെ പേരും നൽകുന്നത് പൊരുത്തക്കേടായി കണക്കാക്കാം. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അപേക്ഷകൾ റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പേരിലെ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ 1 and same സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത രേഖകളുടെ വ്യക്തതക്കുറവ് അപേക്ഷകൾ റിട്ടേൺ ആകാനുള്ള മറ്റൊരു കാരണമാണ്. വായിക്കാൻ പ്രയാസമുള്ള രേഖകളാണെങ്കിൽ വ്യക്തമായ പകർപ്പുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെ കൃത്യമായ രേഖകൾ സമർപ്പിച്ച് അപേക്ഷ അംഗീകരിക്കപ്പെടുന്നതോടെ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ പെൻഷൻ ലഭിച്ചു തുടങ്ങും. ഇനിയും 2-3 ദിവസത്തിനുള്ളിൽ തുക ലഭിക്കാത്തവർ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിച്ചവർ അതാത് കേന്ദ്രങ്ങളിൽ പോയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ സ്റ്റാറ്റസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.